ഹായ്, ഹലോ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും ഒരു നല്ല വീക്കെൻഡ്, ഒരു നല്ല സൺഡേ നേരുന്നു. അതുപോലെ തന്നെ എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും പുതുവത്സരം ചിങ്ങം 1 ആശംസകളും അറിയിക്കുന്നു. ഇന്ന് നമുക്ക് ബൈബിൾ ബേസായിട്ട് ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് അപ്പോസ്തല പ്രവൃത്തികൾ 16 അധ്യായം 16 മുതൽ 34 വരെയുള്ള ആ ചാപ്റ്റർ വേഴ്സസിൽ പറയുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് പൗലോസ് അപ്പോസ്തോലനും ശീലാസും ശീലാസും അവർ ഫിലിപ്പിയിൽ, അവിടെ ഫിലിപ്പി പട്ടണത്തിൽ സുവിശേഷം അറിയിക്കുകയും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ലേവ് ഗേൾ, ഒരു അടിമ പെൺകുട്ടി, അവളിലേക്ക് വന്നിട്ട് ഒരു ഡിവൈൻ എന്ന് പറയാം, അതായത് വെളിപാട് പറയുന്ന ഒരു ക്യാരക്ടർ, ഒരു സ്പിരിറ്റ് അവളുടെ മേലെ ഉണ്ടായിരുന്നു. നമ്മൾ പഴയ നിയമത്തിൽ വെളിച്ചപ്പാടന്മാരെയും അവരെക്കുറിച്ചൊക്കെ വായിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ അത് ദൈവിക സ്പിരിറ്റല്ല, ഹോളി സ്പിരിറ്റല്ല, പക്ഷേ വേറൊരു അത് ഇങ്ങനെ എല്ലാം വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു സ്പിരിറ്റ് അവളുടെ ദേഹത്തുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറയുന്ന കാര്യങ്ങളിൽ കൂടി അവളുടെ യജമാനന്മാർ നിറയെ പണം സമ്പാദിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ്. ഈ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പറയുന്ന പൗലോസും ശീലാസും ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ അടിമ പെൺകുട്ടി ഉച്ചത്തിൽ വിളിച്ച് പറയുകയാണ്, ഇവർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ, ഇവർ രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവരെന്ന് വിളിച്ച് പറഞ്ഞു. അത് ഒരു ദിവസമല്ല, പിന്നീടും അങ്ങനെ റിപ്പീറ്റഡായിട്ട് അവൾ പല പ്രാവശ്യം ഈ കാര്യം വിളിച്ച് പറഞ്ഞു. അപ്പോൾ പൗലൂസിന് അത് ഈർഷ്യ തോന്നി. പൗലൂസ് വന്നിട്ട് അതിൽ അവൾ ചെയ്തുകൊണ്ടിരുന്നത് എക്സോർസിസം എന്ന് പറയുന്ന ആ ഒരു ശക്തിയിൽ കൂടിയായിരുന്നു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിങ്ങനെ അവൾക്ക് വന്നിട്ട് ഡിവൈനായിട്ട് ഉള്ള കാര്യങ്ങളും അറിയുവാനായിട്ടുള്ള കഴിവുണ്ടായിരുന്നിരിക്കണമല്ലോ, അല്ലെങ്കിൽ അവൾക്ക് ഇവർ സ്പിരിറ്റ് ഓഫ് ഡിവൈനേഷൻ പ്രോസസ് ആയതുകൊണ്ടാണ് അവൾ റിപ്പീറ്റ് ചെയ്ത് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് ഗ്രേറ്റ്ലി അനോയ്ഡ് എന്ന് പറയുന്നത് പോളിന്. അപ്പോൾ പോളിൽ വന്നിട്ട് ആ സ്പിരിറ്റിൻ്റെ മേലെ കമാൻഡ് ചെയ്യണം, ആ പെൺകുട്ടിയുടെ മേലിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട്. ഈ ആക്ഷൻ എന്തായെന്ന് ചോദിച്ചാൽ ആ സ്ലേവ് ഗേളിന് ലിബറേഷന്, അവൾക്ക് വിടുതൽ കൊടുക്കുകയും അതേസമയം അവളുടെ യജമാനന്മാർക്ക് വരവ് നിന്ന് പോവുകയും ചെയ്തു. അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പൈസ കിട്ടാത്ത വഴിയായി എന്നുള്ളതാണ്. അത് അവർക്ക് ഏറ്റവും അവരുടെ യജമാനന്മാർക്ക് ഇങ്ങനെ പണം കിട്ടാതായപ്പോൾ അവർക്ക് ഇവരോട് ദേഷ്യം തോന്നുകയും അവിടെയുള്ള അധിപതിയോട്, അതായത് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയിട്ട് ഇവർ കംപ്ലയിൻറ്റ് ചെയ്യുകയാണ്. അതായത് ഈ വന്നിരിക്കുന്ന ഈ ആൾക്കാർ അവരെ രണ്ടുപേരെയും പിടിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ നിർത്തിയിട്ട് പറയുന്നു, ഇവർ വന്നിട്ട് അവിടുത്തെ അതോറിറ്റീസിനോട് പറയുന്ന ഫോൾസ്ലി ഡിസ്റ്റർബിങ് in the peace and advocating for customs unlawful for Romans to accept or practice എന്ന്. അതായത് റോമക്കാർക്ക് പ്രാക്ടീസ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് ഉൾക്കൊള്ളുവാനോ കഴിയാത്ത കസ്റ്റംസും അതുപോലുള്ള നിയമങ്ങളൊക്കെയും ഇവർ അൺലോഫുള്ളായിട്ട് അതിലിങ്ങനെ ഡിസ്റ്റർബ് ചെയ്ത് മനുഷ്യരുടെ സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞ് ഫാൾസ് അക്യൂസേഷൻ അവരുടെ രണ്ടുപേരുടെ മേലും പറയുകയും, ഈ മജിസ്ട്രേറ്റ് എന്ത് ചെയ്ത് അദ്ദേഹം വന്നിട്ട് അവരെ ശരിയായിട്ട് വിചാരണ നടത്താതെ അദ്ദേഹം തന്നെ സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്ത് അവരെ പബ്ലിക്കായിട്ട് അവരെ അടിക്കുവാനും അവർക്ക് വന്നിട്ട് അടി കൊടുത്തിട്ട് പിന്നീട് അവരെ ജയിലിലാക്കുകയാണ് ചെയ്തത്, പ്രിസണിലേക്ക് എത്തിച്ചു. ഇത് നമ്മൾ കാണുമ്പോൾ ഈ ഡിവൈനേഷനും ഈ പ്രവചനമൊക്കെ നമ്മളുടെ ഇന്നും ഉണ്ട്, ഇന്നത്തെ കാലത്തും ഉണ്ട്. പക്ഷേ അത് ഏത് ആത്മാവിലാണ്
പറയുന്നതെന്നുള്ളത് തിരിച്ചറിയുവാനുള്ള ബോധം നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ പ്രവചിക്കുന്നവരും ഫ്യൂച്ചർ പറയുന്നവരും കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നവരും അങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് നമ്മളുടെ ചുറ്റുപാടും. അപ്പോൾ ദൈവനാമത്തിലും പ്രവചിക്കുന്നവരുണ്ട്, പക്ഷേ അത് ഏത് ആത്മാവിലാണ് പ്രവചിക്കുന്നുള്ളത് നമുക്കറിയില്ല. പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തിയിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സുബോധം ഉണ്ടായിരിക്കണം. എങ്കിൽ നമുക്ക് വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് തിരിച്ചറിയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ബലവും നമ്മളെ ദൈവിക വചനങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാനും അതിൻ്റെ രക്ഷാമാർഗത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ അത് ഉൾക്കൊള്ളുവാനും വരുവാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നെങ്കിൽ അത് വിശ്വസിക്കുവാൻ, അത് ശരിയായ പ്രോപ്പർ ഹോളി സ്പിരിറ്റുകളിൽ കൂടെ വരുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ വിശ്വസിക്കുക. അല്ലാതെ വെളിപാട് പറയുന്നവർ അങ്ങനെയുള്ള ആൾക്കാർ പറയുന്നതൊക്കെ നമ്മൾ വിശ്വസിക്കാനായിട്ട് തലകെടുത്താതിരിക്കുക. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ജയിലിൽ എന്ത് സംഭവിച്ചു എന്ന്, ഇവരെ രണ്ടുപേരെ ജയിലിലാക്കി. അതും അവരെ ഉള്ളിലുള്ള പ്രിസണിലാണ് ഇട്ടത്, ഉള്ളറയിലാണ് ഇട്ടത്. എന്നിട്ട് 2 കാലിലും ആമത്തിൽ പൂട്ടി കയ്യിൽ ചങ്ങലയൊക്കെ ആക്കിയിട്ട് രണ്ടുപേരെയും ഉള്ളിലാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും രാത്രിയിൽ ദൈവത്തെ പാടി സ്തുതിച്ചു കൊണ്ടിരുന്നു. ഇവർ പാടി സ്തുതിക്കുന്നത് ആ ജയിലിലുണ്ടായിരുന്ന മറ്റുള്ള പ്രിസണേഴ്സും അവർ വന്നിട്ട് ഇങ്ങനെ എന്താ അതിന് പറയുന്നത്, മറ്റുള്ള ജയിൽ പുള്ളികളും ശ്രദ്ധിച്ചു കൊണ്ടിരുന്നുള്ളതാണ്. ഇവർ പാടി സ്തുതിക്കുന്നത് ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഇവർ ജയിലിലാണ്, ഒരു ആമത്തിലാണ് പൂട്ടിയിരിക്കുകയാണ്, കയ്യും കാലും ബന്ധിച്ചിരിക്കുകയാണ്. എങ്കിൽ അവരുടെ ഉള്ളിലുള്ള സ്പിരിറ്റിന് ഒരു കുറവുമില്ലായിരുന്നു എന്നുള്ളതാണ്. കർത്താവ് യേശു ക്രിസ്തു അവരോടൊപ്പം ഉണ്ടായിരുന്നു. അതുപോലെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ വസിച്ചിരുന്നതുകൊണ്ടാണ് അവരുടെ അത്ര കഠിനമായ തടവറയിലാക്കിയിട്ടും അവർക്ക് ദൈവത്തെ സ്തുതിക്കുവാനും അവനെ പുകഴ്ത്തുവാനൊക്കെയുള്ള ആ ഒരു മനസ്ഥിതി ഉണ്ടായത്. അവർക്ക് ദൈവത്തെ ആ പാതിരായ്ക്കും അവർക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ടുള്ള കഴിവ് കിട്ടണമെങ്കിൽ അതിനൊരു ശക്തിയും ബലവും ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ട് അവർ പറയുന്ന കാര്യം സത്യമാണെന്നുള്ള അവർക്കറിയായിരുന്നു. കർത്താവിനെ അവർ പ്രകീർത്തിക്കുന്ന, അവർ തൊട്ടറിഞ്ഞ് അവരുടെ ഹൃദയം കൊണ്ട് പൂർണ്ണമായും വിശ്വസിച്ച് ഇത് ജീവിക്കുന്ന ദൈവമാണെന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് അവർ അങ്ങനെയുള്ള ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലും ദൈവത്തെ പാടി സ്തുതിക്കുന്നത്. അപ്പോൾ ഈ അർദ്ധരാത്രിയിൽ കഴിഞ്ഞപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുകയാണ്. ഭൂകമ്പം ഉണ്ടായിട്ട് ജയിലിലെ എല്ലാം ഇടിച്ച് അടിസ്ഥാനമൊക്കെ ഇളകി എല്ലാവരുടെയും കയ്യിലും കാലിലൊക്കെ ഉള്ള ചെയിനുകളെല്ലാം അഴിഞ്ഞു വീണു. അത് പാടി സ്തുതിച്ചവരുടെ മാത്രമല്ല, കേട്ടുകൊണ്ടിരുന്നവർക്കും അതിൻ്റെ അനുഭവം ഉണ്ടായി. അപ്പോൾ എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീടും. അപ്പോൾ ആ ജയിലറുണ്ടല്ലോ, നമ്മുടെ ജയിലിൻ്റെ അധികാരി, തടവിൻ്റെ രക്ഷാധികാരിയായിട്ടുള്ള ജയിലർ വന്നിട്ട് വെളിച്ചം കാണിച്ച് ഉള്ളിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഇങ്ങനെ എല്ലാവരും രക്ഷപ്പെട്ട് ഓടിപ്പോയി, എൻ്റെ ഡ്യൂട്ടിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നിരിക്കുന്നു, ഡ്യൂട്ടിക്ക് വന്നിട്ട് ഞാൻ ശരിയായി ചെയ്തില്ല എന്നുള്ള കംപ്ലൈൻറ്റ് വരും, എനിക്ക് വന്നിട്ട് ഈ റോമ നിയമപ്രകാരം എനിക്ക് ശിക്ഷാവിധി കിട്ടും, എന്നെ അവർ കൊന്നുകളയുമെന്നൊക്കെയുള്ള ഭയം നിമിത്തം ആ ജയിലർ വന്നിട്ട് സ്വയം തന്നെ കൊല്ലുവാനായിട്ട് ഒരുങ്ങുകയാണ്. ആ സമയം പൗലുസ് അതിനെ എതിർക്കുകയും നീ അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ പൗലൂസ് പറയുന്നത് ജയിലറോട് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആരും എവിടെയും പോയിട്ടില്ല, ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് പറയുക, മനുഷ്യനെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഭയന്നിരിക്കുന്ന ആ ജയിലർ അവൻ്റെ മാനസാന്തരത്തിലേക്ക് ആ വിഷയം നയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പൗലൂസ് സുവിശേഷം പറയുകയും അദ്ദേഹം ഇതെല്ലാം കേട്ടതിന് ശേഷം അദ്ദേഹം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനുണ്ട്, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് പൗലൂസിനോട് ചോദിക്കുമ്പോൾ പൗലൂസ് പറയുന്ന ഉത്തരമാണ് നമ്മൾ വായിക്കുന്നത്. അതായത് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് 16 അധ്യായം 31 വാക്യം. അപ്പോൾ അതുവരെ ജയിലർ കർത്താവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്താണെന്ന് നമുക്കറിയത്തില്ല. ഞാൻ ഫിലിപ്പിയിൽ പുതിയതായിട്ട് സുവിശേഷം
വന്നിട്ടേ ഉള്ളൂ. അവിടെയുള്ള യഹൂദന്മാരുടെ ഇടയ്ക്ക് സുവിശേഷം പറയുകയാണ് ചേർന്ന്. അപ്പം യേശുവിനെക്കുറിച്ച് അദ്ദേഹം കേട്ടപ്പോൾ യേശുവിൽ വിശ്വസിച്ചു. അന്ന് അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബവും ഫുൾ ഹൗസ് ഹോൾഡ് ഓഫ് ദി ജയിലർ അവർ രക്ഷയിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് നമ്മളിവിടെ വായിക്കുന്നത്. അപ്പോൾ പോൾ വന്നിട്ട് ഡയറക്റ്റ് ചെയ്യുകയാണ് ജയിലറെ യേശുവിൽ ലോർഡ് ജീസസ് ക്രൈസ്റ്റിൽ വിശ്വസിക്കാനും അവനൊക്കെ തരുന്ന സാൽവേഷൻ നിങ്ങൾക്ക് ലഭിക്കുമെന്നും ആ സാൽവേഷനിൽ കൂടെ നിങ്ങൾക്ക് നിത്യജീവന് അത് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാവുമെന്നൊക്കെയും പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് എൻ്റയർ ഹൗസ് ഹോൾഡ് ഈ കർത്താവിൽ വിശ്വസിക്കുകയും അവർ ബാപ്റ്റിസം എടുക്കുകയും ചെയ്തു നമ്മളവിടെ വായിക്കുന്നു. പിന്നീട് അവർ റിജോയ്സ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഡെമോൺസ്ട്രേറ്റിംഗ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് പവർ ഓഫ് ദ ഗോസ്പൽ ടു ബ്രിങ് ഹോപ്പ് ആൻഡ് ന്യൂ ലൈഫ് ഈവൻ ഇൻ ദി ഡാർക്കസ്റ്റ് ഓഫ് സർക്കംസ്റ്റാൻസസ്. അപ്പോൾ അവർ ജയിലിലായത് നന്നായി എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവും. പക്ഷേ അവരനുഭവിച്ച കഷ്ടം, അവരടി കൊണ്ട അടി, അതൊക്കെ ഓർത്ത് കഴിഞ്ഞെന്നാൽ സങ്കടമാണ്. എന്നാൽ ആ ഒരു ജയിലറേയും കുടുംബത്തെയും രക്ഷിക്കുവാനായിട്ട് കർത്താവായ യേശുക്രിസ്തുവോട് ഇടപെട്ടുകൊണ്ടാണ്, അതായത് എന്ത് ഡാർക്കസ്റ്റ് സർക്കംസ്റ്റാൻസസ് ആണെങ്കിലും അതിൻ്റെ മധ്യത്തിൽ പ്രവർത്തിക്കാൻ മതിയായ കർത്താവാണ് നമ്മുടെ ദൈവമെന്ന് വീണ്ടും ഇവിടെ എടുത്ത് കാണിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിന് മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും ആ ഗോസ്പൽ, ദൈവത്തിൻ്റെ സുവിശേഷം. ഇവിടെ വന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ ഗോസ്പലിൽ ആ എക്സോർസിസത്തിൽ വിശ്വസിച്ചിരുന്ന മനുഷ്യർ പിന്നീട് അവർ അത് വിട്ടിട്ട് അവർ കർത്താവിനെ വിശ്വസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പാസേജിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവസാനമായിട്ട് ഈ റിവേഴ്സൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയും. അതായത് മജിസ്ട്രേറ്റ് റിയലൈസ് ചെയ്യുകയാണ് റോങ്ങായിട്ട് അവർ ഒരു റോമൻ സിറ്റീസിനെ വേണ്ടതായ വിചാരണയൊന്നും കൂടാതെ അവരെ ശിക്ഷിച്ച് അവരെ ജയിലിലാക്കിയതിന് അപ്പോളജൈസ് ചെയ്യുന്നു, ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ പോളിനെ ശീലാസിനെ സിറ്റി വിട്ട് പോകണമെന്ന് പറയുന്നു. അങ്ങനെ അവർ അവിടം വിട്ട് പോകുന്നതാണ്. അതായത് ദൈവത്തിന് ഏത് സാഹചര്യത്തിലും പ്രവർത്തിക്കുവാനായിട്ട്, അതുപോലെ തന്നെ ഒരു ഡിഫിക്കൽട്ട് സാഹചര്യത്തിലും ദൈവത്തിന് പോസിറ്റീവായിട്ടുള്ള ഏത് കാര്യത്തിലും പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം കൊണ്ടുവരുവാനുമുള്ള ശക്തിയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ പാസേജ് നമ്മൾ നോക്കുമ്പോൾ എംഫസൈസ് ചെയ്യുന്ന ഒരു 2-3 തീമുണ്ട്. ഒന്ന് വന്നിട്ട് സ്പിരിച്വൽ വാർഫെയർ എന്നുള്ളതാണ്. അതായത് നമ്മളിവിടെ നോക്കുമ്പോൾ ഈ കോൺഫ്ലിക്റ്റ് വന്നിട്ട് ഈ സ്ലേവ് ഗേളും ആ ഡെമൺ പൊസസ്ഡായിട്ടുള്ള അവളുടെ ആ സ്റ്റേറ്റിൽ നിന്നും അത് ഹൈലൈറ്റ് ചെയ്യുന്ന അവൾക്ക് വന്നിട്ട് ആ റിയലായിട്ടുള്ള ആ സ്പിരിച്വൽ ഫോഴ്സ് കൊണ്ടല്ല അവൾ അത് അവിടെ വിളിച്ചു പറഞ്ഞത്, അവരെക്കുറിച്ച് സാക്ഷി അല്ലെങ്കിൽ അവരെ വെളിപ്പെടുത്തിയത് ഇവർ രക്ഷാമാർഗം പറയുന്നവരാണെന്നും ദൈവത്തിൻ്റെ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണെന്നും പറഞ്ഞത് അതൊരു ഡിവൈൻ സ്പിരിറ്റിൽ കൂടെ അല്ല അവൾ പറഞ്ഞിരുന്നത്. എന്നാൽ അതിൽ നിന്ന് അവൾക്ക് ഒരു വിടുതൽ കിട്ടുന്നു. രണ്ടാമതായിട്ട് നോക്കുമ്പോൾ ദ പവർ ഓഫ് ജീസസ്. അവിടെ ഭൂകമ്പം ഉണ്ടായതും എർത്ത് ആയതും അവരെല്ലാം പ്രിസണേഴ്സിനെ ഫ്രീ ചെയ്യുന്നതും അവർ കൺവേർഷനാകുന്നതും ജയിലറും കുടുംബവും രക്ഷ പ്രാപിക്കുന്നതും അത് അവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് പവർ ആൻഡ് അതോറിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് നോക്കുമ്പോൾ സാൽവേഷൻ ഫോർ ഓൾ എന്നുള്ളതാണ് അവിടെ വരുന്നത്. അതായത് കൺവേർഷൻ ഓഫ് ദ സ്ലേവ് ഗേൾസ് ഓണേഴ്സ് അവർ പിന്നീട് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജയിലറിൻ്റെ ഹൗസ് ഹോൾഡ് അവരെല്ലാവരും ഗോസ്പൽ കേട്ടിട്ട് സുവിശേഷം കേട്ട് അത് രക്ഷ പ്രാപിക്കുമ്പോൾ ഇവിടെ നമ്മൾ എടുത്ത് കാണിക്കുന്നത് ഗോസ്പൽ ഈസ് ഫോർ ഓൾ പീപ്പിൾ എന്നുള്ളതാണ്. ഇത് ക്രിസ്ത്യാനികൾക്ക് മാത്രമോ അല്ലെങ്കിൽ മലയാളികൾക്ക് മാത്രമോ അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമുള്ളതല്ല ഈ സുവിശേഷം. ലോകത്തിലുള്ള സകല ജനത്തിനും വേണ്ടിയുള്ളതാണ് ഈ സുവിശേഷം. കർത്താവ് അതിന് വേണ്ടിയാണ് ഭൂമിയിലേക്ക് വന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ അവിടെ റിഗാർഡ്ലെസ് ഓഫ് സോഷ്യൽ സ്റ്റാറ്റസ് ഓർ ബാക്ക്ഗ്രൗണ്ട് ഗോസ്പൽ ഈസ് ഫോർ ഓൾ പീപ്പിൾ എന്നുള്ളതാണ് അവിടെ നമ്മൾ കാണുന്നത്.
അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേറ്റീവ് നേച്ചർ ഓഫ് ദ ഗോസ്പൽ. ദ സ്റ്റോറി ഓഫ് ഡെമോൺസ്ട്രേറ്റ്സ് ഹൗ ദ ഗോസ്പൽ ക്യാൻ ബ്രിങ്, എങ്ങനെ ഈ സുവിശേഷത്തിന് വന്നിട്ട് ഫ്രീഡം, ഹോപ്പ് ആൻഡ് എ ന്യൂ ലൈഫ് ടു ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ഈവൻ ഇൻ ദ ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി. ഏത് കണ്ടീഷനിൽ അഡ്വേഴ്സിറ്റി ആയാലും ശരി, എന്തായാലും ശരി, ഏത് കമ്മ്യൂണിറ്റി ആയാലും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിനാണേലും ഈ സുവിശേഷത്തിന് നമ്മൾക്ക് സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ പ്രത്യാശയും പുതിയ ഒരു ജീവിതവും തരുവാനായിട്ട്, നമ്മൾക്കൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറുവാനായിട്ടും സഹായിക്കുന്നതാണ് എന്നാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വചനത്തിൽ നിന്നും ഞാൻ വിരമിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ ടു ഓൾ. ഹാവ് എ നൈസ് ടൈം. ബൈ.